നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയാണ്. അബിൻ വർക്കിയെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. കേരളത്തിലെ മലയാളി സമൂഹത്തിന്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു താരം തന്നെയാണ്. അബിൻ വർക്കി ആറന്മുളയിലെ സ്ഥാനാർത്ഥിയാണ്. ആറന്മുളയിലെ നിലവിലുള്ള MLA അബിൻ വർക്കിയുടെ എതിർ സ്ഥാനാർത്ഥിയുമായ ശ്രീമതി വീണ ജോർജ് വളരെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ശക്തയായ സ്ഥാനാർത്ഥിയോടാണ് ഏറ്റുമുട്ടാൻ അബിൻ വർക്കി വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇത്രയും ദിവസത്തെ പ്രചരണത്തിലും ആ പ്രവർത്തനത്തിലും വിജയസാധ്യത എങ്ങനെ കാണുന്നു? പൂർണ്ണമായ ഒരു വിജയസാധ്യതയാണ് കാണുന്നത്. ഞങ്ങള് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നിപ്പോ 11-12 ദിവസമാണ് ആയിട്ടുള്ളൂ. പക്ഷെ അതിനുള്ളിൽ തന്നെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇടതുപക്ഷ മുന്നണി നടത്തുന്ന പ്രചരണത്തിന് ഒപ്പമോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ എത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസം പകർന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ആറന്മുളയിൽ ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിന് മുൻപ് വരെ, കഴിഞ്ഞ 2 ടേമിന് മുൻപ് വരെ ഇതൊരു UDF മണ്ഡലമായിരുന്നു. കോൺഗ്രസിന്റെ വളരെ ആധിപത്യം ഉള്ള സംസ്ഥാനത്തെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായിരുന്നു ആറന്മുള. വളരെ വർഷക്കാലം, വളരെ ടൈമുകൾ. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടുത്തെ പ്രതിനിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശ്രീമതി വീണ ജോർജ് ആണ്. വീണ ജോർജ് ആദ്യം മത്സരിച്ചു, MLA ആയി. രണ്ടാമത് മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി, ആരോഗ്യവകുപ്പ് മന്ത്രിയായി. ആ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ താങ്കൾക്കെതിരെ നിന്ന് പോരാടുന്നത്. ചെറിയ കാര്യമാണോ? അങ്ങനെയല്ല, ഒരു മത്സരവും നമ്മൾ ചെറുതായി എടുക്കുന്നില്ല. എല്ലാ മത്സരത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ എതിരാളി എന്ന് പറഞ്ഞാൽ അതൊരു മന്ത്രിയാണ് എന്ന് പറയുമ്പോൾ അവരെ ആ ഒരു തലത്തിൽ തന്നെ പരിഗണിക്കേണ്ടതും അവരെ ആ ഒരു തലത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ബഹുമാനിക്കേണ്ടതുമാണ്. അപ്പൊ അതൊക്കെ ഈ മത്സരത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവര് കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഇലക്ഷൻ മുദ്രാവാക്യം. കാരണം 10 കൊല്ലമായി കേരളം ഭരിക്കുന്ന സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങളും പ്രവർത്തനങ്ങളും 10 കൊല്ലമായി ഈ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടത്തിന്റെ ദിനങ്ങളായിരുന്നു. അതൊരു വികസനമില്ലായ്മയുടെ ദിവസങ്ങളായിരുന്നു. അപ്പൊ അത് രണ്ടും തന്നെയാണ് ഞങ്ങളിവിടെ മുഖ്യ പ്രചരണ ആയുധമാക്കുന്നത്. അപ്പോൾ അതിൽ ശ്രീമതി വീണ ജോർജ് മന്ത്രിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു തരത്തിൽ ഗുണമാണ്. കാരണം ആ വകുപ്പിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ വകുപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഴി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ വകുപ്പിന്റെ മേധാവി എന്നുള്ള നിലയിൽ ശ്രീമതി വീണ ജോർജിന് അതിന്റെ നെഗറ്റിവിറ്റി ഉണ്ടാവും. അത് ആറന്മുളയിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആറന്മുള മണ്ഡലത്തിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ 10 വർഷമായി നടക്കാത്ത വികസന പദ്ധതികൾ എന്തെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് പത്തനംതിട്ട ടൗൺ മാത്രം എടുത്താൽ മതി. ഒന്ന് അബാമിലെ മേൽപ്പാലത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. അവിടെ ചെന്ന് നോക്കിയാൽ പണി പൂർത്തീകരിക്കാത്തതാണ്. 2 സ്റ്റേഡിയം ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞാണ്, പക്ഷെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കോഴഞ്ചേരി പാലം. കോഴഞ്ചേരി പാലത്തിന്റെ പണി ഒരു 50% പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അത് വലിയ മാധ്യമ വാർത്തയായി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ 100 മീറ്റർ മാത്രമുള്ള ഒരു അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ട് വന്നു. ഇങ്ങനെ പണി പൂർത്തീകരിക്കാത്തവയും പണി പൂർത്തീകരിച്ചു എന്ന് കള്ളം പറഞ്ഞ കുറച്ച് പദ്ധതികളല്ലാതെ ആറന്മുളയിൽ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ നാട്ടിലെ ഇടവഴികൾ പരിശോധിച്ച് നോക്കണം, മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ടാങ്കർ വണ്ടികൾ 2-3 ഒക്കെ എപ്പോഴും പോകുന്നത് കാണാൻ പറ്റും. അതൊക്കെ ഇവിടുത്തെ ജലക്ഷാമം രൂക്ഷമായതിന്റെ പ്രതിഫലമാണ്. എന്ന് പറയുമ്പോൾ ആറന്മുളയിലെ ഏറ്റവും അടിസ്ഥാനപരമായ വികസനങ്ങളിൽ മെല്ലപ്പോക്ക് സ്വീകരിച്ചത് ശ്രീമതി വീണ ജോർജ് ആണ്. സ്വാഭാവികമായിട്ടും അത് ഞങ്ങളുടെ ഒരു പ്രചരണ ആയുധമാണ്. എന്ത് കാര്യത്തിലാണ് യഥാർത്ഥത്തില് ഇവിടെ ആറന്മുള മണ്ഡലത്തിൽ, അത് പൊതുവെ കേരളത്തിൽ മുഴുവൻ യുവജനങ്ങൾ അവർ വിദ്യാഭ്യാസ ആവശ്യത്തിനായാലും അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യത്തിലും ഒക്കെ അവര് വിദേശ രാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്നവരും കുടിയേറിയവരും ഉണ്ട്. ഈ കുടിയേറ്റക്കാരെ അവരെ തിരിച്ച് അവർക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായാൽ മാത്രം അവരിവിടെ വന്ന് നിൽക്കാൻ തയ്യാറായ ഒരുപാട് യുവജനങ്ങളുണ്ട്. കാരണം വിദേശ രാജ്യങ്ങൾ ഇപ്പം നമുക്കറിയാം, ഓരോ വിദേശ നയങ്ങളുടെ ഭാഗമായി പലർക്കും തൊഴിൽ വരെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളിലെ പല യുവജനങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ളവര് അവരെ തിരിച്ചു വരുമ്പോൾ അവരെ
പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ആറന്മുള എന്ന് പറയുന്ന സത്യത്തിൽ ഇതുപോലെ വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള നാടാണ്. അതിൽ മൈഗ്രേഷൻ ആണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷെ എന്ന് പറയുമ്പോൾ തന്നെ ആറന്മുള ശരിക്കും ലോക ടൂറിസം ഭൂപടത്തിൽ എത്തേണ്ട ഒരു സ്ഥലമാണ്. അതിന്റെ കാരണം വലിയ സാംസ്കാരിക തനിമയുള്ള നാടാണ്. അതിപ്പോ പാർത്ഥസാരഥി ക്ഷേത്രവും വള്ളംകളിയും വള്ളസദ്യയും ആറന്മുള കണ്ണാടിയും. ആറന്മുള കണ്ണാടി അമേരിക്കൻ പ്രസിഡന്റ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റാണ്. പക്ഷെ ആറന്മുള കണ്ണാടിയുടെ യാതൊരു ഗുണവും ആറന്മുളയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അത് മാത്രമല്ല, പടയണിയും പള്ളിയോടങ്ങളും എന്ന് വേണ്ട ഇപ്പൊ മാരാമൺ കൺവെൻഷനും കുമ്പനാട് കൺവെൻഷനും പോലുവ, അല്ലെങ്കിൽ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ, ഇങ്ങനെയൊക്കെ വലിയ സാംസ്കാരിക തനിമയുള്ള ഈ നാടിനെ നമുക്ക് അങ്ങനെ ഒരു കൾച്ചറൽ ടൂറിസം സെന്ററാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഈ നാട്ടിനുണ്ട്. ഈ ലോകത്തെ തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ആറന്മുള മാറേണ്ടതാണ്. പക്ഷെ അത് എന്തുകൊണ്ടോ വന്നില്ല എന്നുള്ളിടത്താണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിനകത്ത് ഞങ്ങൾക്കൊരു ക്ലിയർ വിഷൻ ഉണ്ട് ആറന്മുളയെ സംബന്ധിച്ച്. ആ ക്ലിയർ വിഷൻ നടപ്പിലാക്കുന്നതിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അത് ആറന്മുളയുടെ സമഗ്രമായ വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടുത്തെ നമ്മൾ നോക്കിയാല് ഈ ആറന്മുളയിലെ മണ്ഡലത്തില് ആണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ആറന്മുള മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ. ഇവിടെ പല വീടുകളിലും മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാവ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പിതാവ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് അവർ മാത്രം താമസിക്കുന്ന ഒട്ടനവധി വീടുകൾ ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അവരുടെ എല്ലാ മക്കളുമാര് വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കാം. അവർക്കൊരു സഹായം കിട്ടാതെ, അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിചരണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ റിട്ടയർമെന്റ് ഹോമുകൾ പോലെയുള്ള സംവിധാനങ്ങൾ അത് യഥാർത്ഥത്തിൽ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ജെറിയാട്രിക് കെയറിന് ആറന്മുളയിൽ വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ചെറുപ്പക്കാരൊക്കെ പോകുമ്പോൾ പ്രായമായവർ, വയോജനങ്ങൾ മാത്രമാണ് വീടുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ജെറിയാട്രിക് കെയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് UK അറിയാം. ജെറിയാട്രിക് കെയർ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ഓൾഡ് ഏജ് ഹോമിലേക്ക് ജോലി എടുക്കാൻ വേണ്ടി ഇവിടുന്ന് ആളുകൾ പോകുന്നത്. അതൊരു സർക്കാരാണ് ചെയ്യുന്നത്. പക്ഷെ കേരളത്തിൽ സർക്കാർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഈ ചെറുപ്പക്കാരായ മക്കളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. അപ്പോ നമുക്ക് ജെറിയാട്രിക് കെയർ അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറ്റി ഒരു MLA ഒരു ജനപ്രതിനിധിയൊക്കെ ഉണ്ടായാൽ ആ ജനപ്രതിനിധി ആ വീട്ടിൽ മകന് കൊടുക്കാൻ സാധിക്കുന്ന എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു ജെറിയാട്രിക് കെയർ യൂണിറ്റുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് പ്രത്യേകിച്ച് ആറന്മുളയിൽ അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യം. തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു 1-2 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത പാലമുണ്ടെന്ന്, പണി പൂർത്തിയാക്കാത്ത പാലമുണ്ടെന്ന്. ഈ പണി പൂർത്തിയാക്കാത്ത പാലം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായതാണോ? അപ്പൊ കോഴഞ്ചേരി പാലത്തെ സംബന്ധിച്ചിടത്തോളം ആ പാലത്തിന്റെ പേപ്പർ വർക്കുകൾ മുഴുവൻ ചെയ്തത് 2016-ലാണ്. 2016 ശ്രീ ശിവദാസൻ നായർ സാർ MLA ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് അതിന്റെ ബാക്കി പേപ്പർ വർക്ക് പൂർത്തീകരിച്ച് പണി ആരംഭിക്കുന്നത്. 10 കൊല്ലം എടുത്തു. വേറെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ നമുക്ക് ആരെ ഉത്തരവാദിത്തപ്പെടുത്താൻ പറ്റും? അതിന്റെ ഉത്തരവാദിത്തം ഈ നാട്ടിലെ സർക്കാരും 2 ജനപ്രതിനിധിയുമാണ്. ഈ നാട്ടിലെ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയും മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തിയുമാണ്. അവർ ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വിമർശിക്കപ്പെടണം. കേരളത്തില് യഥാർത്ഥത്തിൽ കേരള സമൂഹം, പ്രത്യേകിച്ച് ക്രൈസ്തവർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം ഇത്. ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ ഓർത്തഡോക്സ് സഭയുടെ പുത്രിയും പുത്രനുമാണ്. അവർ തമ്മിലാണ് മത്സരം. സഭ ഇതിനകത്ത് വലിയൊരു ഘടകമാണ്. സഭാവിശ്വാസികൾ ഇതിനകത്ത് വലിയൊരു ഘടകമാണ്. അതെങ്ങനെ പ്രതിഫലിക്കും? അല്ല, നോക്കൂ, സഭയ്ക്ക് സഭയുടേതായ നിലപാടുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. സഭ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ ഇടപെടാറുമില്ല. അപ്പൊ അതുകൊണ്ട് സഭയ്ക്ക് സഭയുടെ നിലപാട്, രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്നുള്ളതാണ്. പിന്നെ സഭ ഒരിക്കലും അങ്ങനെ ഇടപെടുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിലും. പണ്ട് സഭ ഇടപെട്ടിട്ടുണ്ടല്ലോ. അല്ല, സഭ പരസ്യമായി ഇടപെടേണ്ട ഒരു സാഹചര്യം ഇന്നില്ല. അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായ നിലപാടായിട്ട് തന്നെ മുന്നോട്ട് പോകും. സഭയ്ക്ക് ഇതിനകത്ത് കൂടുതൽ ഇടപെടുകയും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ജനസംഖ്യ നോക്കിയാൽ നിർണായക ശക്തിയാണ് ക്രൈസ്തവ സഭയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയും. ഈ കഴിഞ്ഞ 10 വർഷമായി ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതില് ഓർത്തഡോക്സുകാർക്ക് ഒരു അഭിമാനം തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഇനി വരുന്നതും ഒരു ഓർത്തഡോക്സ്, ഇവിടെ കോന്നിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് താങ്കൾക്കറിയാം? അതായത് കോന്നി മെഡിക്കൽ കോളേജില് ഈ
ആ മെഡിക്കൽ കോളേജിലെ ഒരാൾക്ക് ഒരു ഡോക്ടർക്ക് അസുഖം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു അസുഖം വന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ? ഇപ്പൊ ഈ ഇവിടെ ജനറൽ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു രോഗി കോന്നി മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ടോ? സർജറി വിഭാഗം മേധാവിയാണ് ചോദിച്ചത്. ഇങ്ങോട്ട് വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങോട്ട് പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ ജീവനോടുകൂടി ഉണ്ടാവോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അതിനകത്ത് കോന്നി മെഡിക്കൽ കോളേജ് 2014 ശ്രീ അടൂർ പ്രകാശ് സാർ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ച മട്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ പത്തനംതിട്ട എല്ലയോ മെഡിക്കൽ കോളേജ് വരേണ്ടത്? തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണമായിരുന്നു. അത് കോന്നി മെഡിക്കൽ കോളേജിലൂടെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന്റെ ഒരു അവസരം നഷ്ടപ്പെടുത്തിയത് ഇടതുപക്ഷ സർക്കാരാണ്. അല്ലെ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളിടത്താണ് അവരെ നമ്മൾ വിമർശിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി ഏറ്റവും ചുരുങ്ങിയ കാര്യം പറയാം. ഇപ്പൊ കോഴഞ്ചേരിയിൽ തിരുവനന്തപുരത്ത് RCC ഏക സെന്റർ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരത്തിന് പുറത്ത്. അത് കോഴഞ്ചേരിയിൽ RCC ആയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും ഒരാൾക്ക് ക്യാൻസർ രോഗികളായവർക്ക് ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് പത്തനംതിട്ട വിട്ടുപോകണ്ടായിരുന്നു. കോഴഞ്ചേരിയിൽ തന്നെ സെന്റർ ഉണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഡോക്ടർ വരുവായിരുന്നു. പക്ഷെ അത് പൂട്ടപ്പെട്ടു. KK നായർ സാറിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അത് പൂട്ടപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ. അപ്പൊ ആരോടാണ് ഈ ആരോഗ്യമന്ത്രിയുടെ കമ്മിറ്റ്മെന്റ്? സ്വന്തം നിയോജകമണ്ഡലത്തിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു സ്ഥാപനം, ആരോഗ്യ സ്ഥാപനം പൂട്ടി എന്ന് പറയാം. ആരോടാണ് കമ്മിറ്റ്മെന്റ്? അതുപോലെ തന്നെയാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ കാര്യവും ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആരോഗ്യമന്ത്രി ഒന്നും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഈ വികസനം എന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള വികസനവും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നിങ്ങൾ ഈ ഗ്രാമങ്ങളുടെ ഇടവഴികളൊക്കെ പരിശോധിച്ചാൽ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ജനങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. ഇല്ല, അങ്ങനെയല്ല. അതായത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലെ ജനപ്രതിനിധിയെ ആക്സസിബിൾ അല്ല എന്നുള്ളത് ഒട്ടേറെ ആളുകൾ പരാതി പറയുന്നതാണ്. ഞാൻ ഇന്നൊരു CPM നേതാവിന്റെ വീട്ടിൽ പോയി. ആ CPM നേതാവ് മരണപ്പെട്ടതാണ്. എന്നോട് അവരുടെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്റെ ഭർത്താവിനെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു അസൈൻമെന്റ് കൊടുത്ത് എന്നും രാവിലെ അല്ലെങ്കിൽ വിളിക്കുന്ന ഒരാളായിരുന്നു വീണ ജോർജ്. പക്ഷേ എന്റെ ഭർത്താവ് മരിച്ചിന്ന് 3 വർഷമായിട്ടും ഈ വീട്ടിലൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് എന്നോട് ആ CPM നേതാവിന്റെ ഭാര്യ പറയുണ്ടായി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു ജനപ്രതിനിധി എപ്പോഴും ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കണം. ഏതൊരു കാര്യത്തിനും ഫോം വിളിച്ചെടുക്കുന്ന ഒരാളായിരിക്കണം. ഏതൊരു കാര്യത്തിനും എന്താ പറയുക, ധിക്കാരവും ദാർഷ്ട്യമില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജനപ്രതിനിധി ആവാൻ വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയാൽ അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് അങ്ങനെ ചില വിമർശനങ്ങൾ ഞങ്ങൾ വീട് കയറുമ്പോഴൊക്കെ തന്നെ പലയിടത്തു നിന്നും കേൾക്കുന്നതാണ്. അത് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഈ തിരക്കിനിടയിലും അല്പസമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ അഭിനു വർക്കിക്ക് എല്ലാവിധ നന്ദിയും.